ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് KTU സിലബസിൽ പഠിക്കുന്ന 6th സെമസ്റ്റർ BTech കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വളരെ പ്രയോജനപ്രദമായിരിക്കും. മെയിനായിട്ട് ജാവയിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ പല രൂപങ്ങൾ ഉണ്ട്. അവയെന്ന് പറയുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ്സ് ഉണ്ട്, ഫോർ ലൂപ്പ്സും ഉണ്ട്. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഇവയൊക്കെയാണ്. ഇതിൽ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപങ്ങൾ, അവയുടെ സിൻറ്റാക്സ്, അവ എങ്ങനെ നമുക്കൊരു ലാംഗ്വേജിൽ യൂസ് ചെയ്തിരിക്കുന്നു, ജാവ പ്രോഗ്രാം വെച്ച് തന്നെ എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ നമുക്ക് ട്രൂ ആണെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ വേണം എന്ന് നമുക്ക് പറയണം. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഏതാണെന്ന് പറയണം. അതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ കർലി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കോഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിനകത്ത് എഴുതാം. അതായത് ഇഫ് ബ്ലോക്കിനകത്ത് എന്തൊക്കെ കോഡാണ് വേണ്ടത്, പ്രോഗ്രാമിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വേണ്ടത്, അതെല്ലാം ഈ ഇഫ് ബ്ലോക്കിനകത്ത് കാണിക്കാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇഫ് ദിസ് ടെസ്റ്റ് കണ്ടീഷൻ ഈസ് ട്രൂ, അപ്പോൾ ഈ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇഫ് ബ്ലോക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ നടക്കും. അപ്പോൾ അതിന് നമുക്കൊരു ഫ്ലോ ചാർട്ടിലൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഡയമണ്ട് ആകൃതിയിലുള്ള ബോക്സിനകത്ത് കാണിച്ചിരിക്കുന്നത് കണ്ടീഷനാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ കാണിക്കുക. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് കോഡ് എക്സിക്യൂഷൻ നടക്കും. സപ്പോസ് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇഫ് കോഡിൻ്റെ എക്സിക്യൂഷൻ നടക്കില്ല. പകരം അതിനുശേഷം നമ്മൾ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ എഴുതിയിട്ടുള്ളത് അതിൻ്റെ എക്സിക്യൂഷൻ ആകും നടക്കുക. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ജാവ പ്രോഗ്രാമാണ് എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുക. അപ്പോൾ ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ഡിക്ലറേഷൻ അവിടെ വേണ്ടി വരും? ക്ലാസിൻ്റെ ഡിക്ലറേഷൻ വേണം. അപ്പോൾ ക്ലാസ് ഇവിടെ പബ്ലിക്കായിട്ട്, പബ്ലിക് എന്നുള്ളത് ഇവിടെ ആക്സസ് സ്പെസിഫയർ ആണ്. പബ്ലിക് ക്ലാസ് എന്നുള്ളൊരു കീവേഡാണ്. ഇവിടുത്തെ ക്ലാസ് നെയിമാണ് സാമ്പിൾ എന്ന് പറയുന്നത് ക്ലാസ്. അപ്പം ഏതൊരു ഫംഗ്ഷൻ, ഏതൊരു പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ അതേപോലെ ഒരു മെയിൻ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്തുവാണ്? പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ്. അതാണ് മെയിൻ മെത്തേഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ പബ്ലിക് എന്ന് പറയുന്ന അവിടെ ആക്സസ് സ്പെസിഫയർ, വോയിഡ് എന്ന് പറയുന്ന റിട്ടേൺ ടൈം, മെയിൻ എന്നുള്ളത് എന്തുവാണ്? ആ മെത്തേഡ് നെയിമാണ്. അടുത്ത സ്ട്രിങ് ആർഗ്സ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അതേപോലെ ഇവിടെ വരണം. നെക്സ്റ്റ് 2 വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 6 എന്നും ബി ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? എല്ലാവർക്കും അറിയാം, ഡാറ്റ ടൈപ്പാണ്. എ എന്ന് പറയുന്നതാണ് ഇവിടെ വേരിയബിൾ നെയിം എന്ന് പറയുന്നത്. എയും ബിയും ആണ്. അവിടെ 2 വാല്യൂ എക്കും ബിക്കും അസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഇഫ് ലൂപ്പിനകത്ത് നമ്മൾ സിൻറ്റാക്സ് പറഞ്ഞതുപോലെ സിൻറ്റാക്സിൽ എന്തോ പറഞ്ഞത്? ഇഫ് ഒരു കണ്ടീഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഫ് ഇവിടെ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്തു പറഞ്ഞു? ആ ഇഫ് കോഡിനകത്ത് നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ നടക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ എ ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്, ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 6 ഗ്രേറ്റർ ദാൻ 3, ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ, therefore വാട്ട് ഈസ് ഔട്ട്പുട്ട്? എ ഈസ് ഗ്രേറ്റർ എന്ന് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. അടുത്ത ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്നതാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഇഫ് കോഡിനകത്തുള്ളതും, അടുത്തെന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ നടക്കണം. അപ്പോൾ അവിടുത്തെ ഫോമാറ്റ് പറഞ്ഞിരിക്കുന്ന നോക്കിയാൽ ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ, ഇഫ് ബ്ലോക്കിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1, എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2. അപ്പോൾ ഇവിടെ എങ്ങനെ ഇത് വർക്ക് ചെയ്യുക? ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 വിൽ ബി എക്സിക്യൂട്ടഡ്, അതർവൈസ് സ്റ്റേറ്റ്മെൻറ്റ് 2 വിൽ ബി എക്സിക്യൂട്ടഡ്. ഇനി ഇത് നമുക്ക് ഫ്ലോ ചാർട്ടിലൂടെ ഒന്ന് നോക്കാം.
അപ്പോൾ ഇവിടെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്കിൻ്റെ ഇഫ് ബ്ലോക്ക് അല്ലെ ഇഫ് കോഡിൻ്റെ എക്സിക്യൂഷൻ നടക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിലുള്ള കോഡുണ്ട്, അപ്പോൾ അവിടുത്തെ എക്സിക്യൂഷൻ നടക്കും. ഇനി ഇവരെന്തുവാണ്, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു എക്സിക്യൂഷൻ മാത്രമേ നടക്കൂ. ഒന്നിൽ ഇഫ് കോഡ് എക്സിക്യൂഷൻ നടക്കും, ഇല്ലെങ്കിൽ എൽസ് കോഡ്. ഇതിലേതെങ്കിലും ഒരു എക്സിക്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഈ രണ്ട് കോഡിന് ശേഷം എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത് അവരുടെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. ഇനി ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം നമ്മൾ നോക്കിയാലോ. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സെല്ലാം ഉണ്ട്, മെയിൻ മെത്തേഡ് ഉണ്ട്. ഇവിടെ ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട്, ആ വേരിയബിളിൻ്റെ നെയിം A7 എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്, വേരിയബിൾ എ ആണ്. അടുത്തിവിടെ കണ്ടീഷൻ ചെന്ന് നോക്കിയേ, ഇഫ് എ മോഡ് 2 = 0. അപ്പോൾ മോഡുലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്തിനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ഇത് റിമൈൻഡർ ആയിരിക്കും നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഒരു മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തുവാണ്? റിമൈൻഡറാണ്. അപ്പോൾ ഇവിടെ എ മോഡ് 2 = 0 എന്ന് പറഞ്ഞാൽ 7 ആണ് എയുടെ വാല്യൂ. 7 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും ഇവിടെ? 0 ആണെങ്കിൽ അത് ഈവൻ ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ എ ഈസ് ഈവൻ എന്ന് കാണിക്കണം. അപ്പോൾ എ മോഡ് 2 = 0 ആണെങ്കിൽ എ ഈസ് ഈവൻ, എൽസ് എന്തായിരിക്കും? എ ഈസ് ഓഡ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എയുടെ വാല്യൂ എന്തുവാണ്? എ മോഡ് 2 എന്ന് പറയുന്നത് = 0 ആണെങ്കിൽ എ ഈസ് ഈവൻ എന്നും, അടുത്തെന്തുവാണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ആണെങ്കിൽ അല്ലെ, എ മോഡ് 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ആണെങ്കിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഓഡായിരിക്കും. അപ്പോൾ ഇവിടെ ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. എ മോഡ് 2 = 0 ആണെങ്കിൽ എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്? എ ഈസ് ഈവൻ എന്നും. അപ്പോൾ നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്തുമായിരിക്കും? എ ഈസ് ഓഡ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എ ഈസ് ഈവൻ, ഫോൾസ് ആണെങ്കിൽ എ ഈസ് ഓഡ് എന്നുള്ളത് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, എൽസ് ഇഫ് ലാഡർ. അപ്പോൾ ഇവിടെ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുമ്പോൾ എൽസിഫ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ പോകണം. അതായത് ഒത്തിരി കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ എൽസിഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇഫ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കി, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ 2 ചെക്ക് ചെയ്തു, ഈ കണ്ടീഷന് ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അത് പൊക്കോണ്ടിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഈ ഫ്ലോ ചാർട്ട് കാണിച്ചിരിക്കുന്നത്. നോക്കിയത് ഇവിടെ കണ്ടീഷൻ 1, ഈ കണ്ടീഷൻ ട്രൂ ആണോ നോക്കി, ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കി, കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2, ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കി, ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അപ്പോൾ അതിനാണ് യൂസ് ചെയ്യുന്നത്? എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കി. ഇവിടെ ഇപ്പോൾ നമുക്ക് എ എന്നും ബി എന്നും ഇവിടെ 2 വാല്യൂ തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 5 എന്ന്, ബിയുടെ വാല്യൂ 5 എന്ന് അസൈൻ ചെയ്തു. ഇവിടെ ചെക്ക് ചെയ്യുവാണ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ? അല്ല എ = ബി ആണോ നമുക്കറിയാം. അപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി അല്ല. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നേരെ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പോകില്ല, പകരം എവിടെ വരും? എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ പോവും. അവിടെ വന്ന് എ ലെസ് ദാൻ ബി ആണോ എന്ന് നോക്കി, ഇവിടെ ആ കണ്ടീഷന് ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ അടുത്തെന്തുവാണ്? എൽസ്. അപ്പോൾ ഈ എ ഗ്രേറ്റർ ദാൻ ബിയും അല്ല, എ ലെസ് ദാൻ ബിയും അല്ല. അപ്പോൾ നമുക്കറിയാം രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ അവരെന്തുവാണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എന്തോ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? system.out.println both are equal. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് both are equal എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരും എൽസ് ഇഫ് ലാഡർ. അടുത്ത ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു ഇഫ് ലൂപ്പിനകത്ത് അടുത്തൊരു ഇഫ് ലൂപ്പ് കൂടെ കയറി വരും. അതിനെയാണ് നമുക്ക് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇഫിനകത്ത് ഒരു ഇഫ് കണ്ടല്ലോ ഇവിടുത്തെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇഫ് കണ്ടീഷൻ 1, അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ അത് ആ ലൂപ്പ് അവിടെ ക്ലോസ് ചെയ്തിട്ടില്ല, അതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? അടുത്ത ലൂപ്പ് വന്നിട്ടുണ്ട്. ഇഫ് കണ്ടീഷൻ 2 ചെക്ക് ചെയ്യുവാണ് ഈ കണ്ടീഷൻ. അപ്പം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് ഇഫ് കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ അതിനകത്ത് വരും. അതിനകത്ത് എന്തുവാണ്? അടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ, ഇഫ് കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് 2ൻ്റെ എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കി. ഇപ്പോൾ കണ്ടീഷൻ ഇവിടെ ട്രൂ ആണോ എന്ന് നോക്കി. ട്രൂ ആണെങ്കിൽ ഇഫ് കോഡ്. അപ്പോൾ ഇഫ് കോഡിനകത്ത് പോകുമ്പോൾ അവിടെ ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. ട്രൂ ആണെങ്കിൽ ഇഫ് കോഡിൻ്റെ എക്സിക്യൂഷൻ നടക്കും. ഇനി ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ എവിടെ വരും? ഈ ലൂപ്പ് എവിടെയാണോ ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് ക്ലോസ് ചെയ്ത ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും അത് പോവുക. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതായത് ഇത് ഇവിടെ വരും. ഇനി നമുക്കിതൊരു എക്സാമ്പിൾ എന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏജ് = 19, വെയ്റ്റ് = 60, 2 വേരിയബിളാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഇഫ് ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തേക്കുവാണ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ നോക്കി. നമുക്കറിയാം ഇവിടെ എന്തോ നോക്കുന്നത്, ഒരാൾ എന്തിനു വേണ്ടിയിട്ട് ബ്ലഡ് ഡൊണേറ്റ് എലിജിബിൾ ആണോ അല്ലയോ എന്നാണ് ഈ പ്രോഗ്രാം ചെക്ക് ചെയ്യുക.
അപ്പോൾ ഇവിടെ നോക്കുന്നത് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് നോക്കി. ആണെങ്കിൽ പിന്നെ അയാളുടെ വെയിറ്റ് നോക്കണം. അപ്പോൾ വെയിറ്റ് കുറവുള്ള ആൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആണെങ്കിൽ മാത്രം അപ്പോൾ ആ ലൂപ്പിനകത്ത് വന്ന് ഇഫ് വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 50 ആണോ നോക്കി. 50 കിലോയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ അയാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണ് system.out.println യു ആർ എലിജിബിൾ ടു ഡൊണേറ്റ് ബ്ലഡ് എന്നുള്ളത്. അപ്പം ഈ രീതിയിലാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പല പല രൂപങ്ങൾ മാത്രമാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ. ഇനി അടുത്ത സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.